Good morning. Good morning, ma'am. Morning, teacher. Good morning, ma'am. Good morning. Mute Good morning, ma'am. Okay, mute ചെയ്തോളൂ. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെയല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? Yes, അതിന്റെ ma'am. ചാർട്ട് ചെയ്തില്ലല്ലോ? ചാർട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്തായിരുന്നു ഇല്ലല്ലോ? ഇല്ല മാം, No, no. പറഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ലീക്കേജ് ഉണ്ടായിരിക്കുന്ന കെമിക്കലിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം, അല്ലെ? ഇവാലുവേറ്റ് ചെയ്യണം. മേജർ ആണോ മൈനർ ആയിട്ടുള്ള കെമിക്കൽ ആണോ ലീക്കേജ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ആ ഏരിയ എവിക്ട് ചെയ്യുകയും എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെന്തായിരുന്നു? വെയർ പ്രൊട്ടക്റ്റീവ് PPE വെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? കണ്ടെയ്ൻ ദ സ്പിൽ, ക്ലീൻ അപ്പ് ദ സ്പിൽ, ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആൻഡ് റിപ്പോർട്ട് ദ സ്പിൽ. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ്. അപ്പൊ ഒരു സ്പില്ലേജ് ഉണ്ടായാൽ, കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? അത് മേജർ ആണോ മൈനർ സ്പില്ലേജ് ആണോ എന്ന് ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് മൈനർ, ഒരു മൈനർ ആയിട്ടുള്ള അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത, പ്രാധാന്യമില്ലാത്ത ഒരു കെമിക്കലിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഏതാണ്? ഫസ്റ്റ് എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഓഫീസേഴ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ആ ഏരിയ ഐസൊലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിക്ട് ചെയ്യണം. പിന്നെന്താണ്? PPE വെയർ ചെയ്യണം. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ, ആ സ്പില്ല്, ആ ലീക്കേജ്, ആ കെമിക്കൽ സ്പില്ലേജ് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരണം, അല്ലെ? തടയുന്നതിനായിട്ട് അബ്സോർബൻ മെറ്റീരിയൽസ് പോലുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ചായിരിക്കണം ഇത്തരം സ്പില്ലേജിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. അതിനുശേഷം ആ ഏരിയ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് റേസ് ഇൻസിഡന്റ് ഫോംസ്. ഓക്കെ, ഈ കെമിക്കലിന്റെ സ്പില്ലേജ് മൂലം എന്തെങ്കിലും ഇഞ്ചുറീസ്, ആർക്കെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ, ഓക്കെ, ആരെയൊക്കെ ഇത് അഫക്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ റേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോമാണ് റേസ് ഇൻസിഡൻസ് ഫോംസ്. അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒരു കെമിക്കൽ സ്പില്ലേജ് മൈനർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഏരിയ ഐസൊലേറ്റ് ചെയ്യണം, PPE വെയർ ചെയ്യണം. പിന്നെന്താണ്? ആ സ്പില്ല് സ്പ്രെഡ് ആകാതെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഇത്തരം സ്പില്ലേജിന്, ഈ കെമിക്കൽ സ്പില്ലേജ് ഡിസ്കാർഡ് ചെയ്യണം. ദെൻ ഡീകണ്ടാമിനേറ്റ് എന്ത് ചെയ്യണം? ആ ഏരിയ ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ആ ഇൻസിഡന്റ് ഫോംസ് റേസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പിന്നെന്താണ്? ഇത്തരത്തിലുള്ള മേജർ ആയിട്ടുള്ള ഒരു സ്പില്ലേജിന്റെ, ഒരു കെമിക്കൽ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? നോട്ടിഫൈ അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവരെ നമ്മൾ അറിയിച്ചിരിക്കണം. പിന്നെന്താണ്? ആ ഏരിയ എവിക്ട് ചെയ്യണം. ദെൻ പ്രിവെന്റ് അതേഴ്സ് ഫ്രം എന്ററിങ് ദ ഏരിയ, ആ ഏരിയയിലോട്ട് മറ്റുള്ളവർ കയറുന്നത് എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യണം, തടയണം. ദെൻ വാച്ച് ഫോർ ഫയർ ഈ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ചില കെമിക്കൽസ് നമ്മൾ പറഞ്ഞു മേജേഴ്സ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഇത്തരം കെമിക്കൽസ് ഫ്ലെയിമബിൾ ആണല്ലേ, തീപിടിക്കാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ആ സിറ്റുവേഷൻസ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. എങ്ങനത്തെ കേസിലാണ്? മേജർ കെമിക്കൽ സ്പില്ലേജിന്റെ കേസിലാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ ചാർട്ട് ക്ലിയർ ആണോ? അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അനു, ഒരു കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അനു,
ഫസ്റ്റ് നമ്മൾ സ്പില്ലേജ് മൈനർ ആണോ മേജർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ പിന്നെ ആ മൈനർ ആണെങ്കിൽ എവിക്ട് ചെയ്യണം, ഏരിയ എവിക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് സേഫ്റ്റി ഓഫീസേഴ്സിനെ അറിയിക്കണം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ആ ഏരിയ ഐസൊലേറ്റ് ചെയ്ത് PPE കിറ്റ് വിയർ ചെയ്യണം. വെയർ ചെയ്യണം. ഓക്കെ, പിന്നെ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ അത് അബ്സോർബ് പോയിന്റ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. ആ ലീക്കേജ് സ്പ്രെഡ് ആകാതെ കൺട്രോളിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഡിസ്കാർഡ് ചെയ്യണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച്. ഡീകണ്ടാമിനേറ്റ് ചെയ്ത് ഏരിയ ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഈ സ്പില്ലേജ് മൂലം, ഈ കെമിക്കലിന്റെ ലീക്കേജ് മൂലം ആരേക്ക് ഇത് അഫക്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ ഫോം എന്ത് ചെയ്യണം? റേസ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡിസ്കാർഡ് പറഞ്ഞു അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കാർഡിന്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു സ്പില്ലേജിന്റെ കാര്യത്തിലും 2 കാര്യങ്ങൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കണം. ഡിസ്കാർഡിന്റെ ടൈമിൽ എന്താണത്? ലേബൽഡ് കണ്ടെയ്നർ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത് പേരെഴുതിയ ലേബിൾഡ് ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. വെരി ഗുഡ്. പിന്നെന്തായിരുന്നു? വേറൊരു പോയിന്റും കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തായിരുന്നു? ഗവൺമെന്റ് പോളിസീസ് അല്ലെങ്കിൽ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം ഇത്തരം വേസ്റ്റുകൾ നമ്മൾ സ്പില്ലേജിന് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഇഫ് മേജർ ആണെങ്കിലോ, ഈ സ്പില്ലേജ് ഉണ്ടായിരിക്കുന്നത് മേജർ ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, പറയൂ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മറ്റുള്ളവരെ അറിയിക്കണം ആദ്യം. ഓക്കെ, പിന്നെന്താണ്? ആ ഏരിയ എവിക്ട് ചെയ്യണം. ഓക്കെ, വിത്ത് ദ ഏരിയ. ദെൻ അവിടെ മറ്റുള്ളവർ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിവെന്റ് ചെയ്യണം. അവിടെ എന്താണ്? ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഇല്ലാണ്ടാക്കാൻ നോക്കണം. ഫ്ലെയിമബിൾ ഒക്കെ ആണെങ്കിൽ, അത്തരം കെമിക്കൽസ് ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്യുകയും ആ സിറ്റുവേഷൻ എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കെമിക്കൽ സ്പില്ലേജ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെ സ്പില്ലേജ് പരിചയപ്പെട്ടു? ഏതൊക്കെ സ്പില്ലേജ് ആയിരുന്നു പഠിച്ചത്? ഏതൊക്കെയായിരുന്നു അശ്വതി? ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പഠിച്ചു. പിന്നെ ഏതായിരുന്നു? മെർക്കുറി സ്പില്ലേജ് പഠിച്ചു. മെർക്കുറി സ്പില്ലേജ് പഠിച്ചു. പിന്നെ കെമിക്കൽ സ്പില്ലേജ്. കെമിക്കൽ പഠിച്ചു. ഷാർപ്പ് സ്പില്ലേജ്. ഷാർപ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. നെക്സ്റ്റ് ആണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ചില ടൈമില് രോഗങ്ങൾ കണ്ടെത്താനായിട്ടായിരിക്കും, ഡയഗ്നോസിസിന് വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചിനൊക്കെ ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ട്രീറ്റ്മെന്റിന്റെ ടൈമിലായിക്കോട്ടെ അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടി, അതും അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പലതരം ഐസോടോപ്പുകൾ ഉണ്ട്. ഗാലിയം, ടെക്നീഷ്യം പോലുള്ള ഐസോടോപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ കേസിലാണെങ്കിൽ ഒരു പേഷ്യന്റിന്റെ രോഗനിർണയത്തിന്റെ സമയത്തും അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റിന്റെ ടൈമിലും ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കൽ ബ്രാഞ്ചിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഇപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കൽ ബ്രാഞ്ചിനെ ന്യൂക്ലിയർ മെഡിസിൻ എന്നാണ് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വസ്തുക്കളെ, ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ?
ഇപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്? ഒരു പേഷ്യന്റിന്റെ കേസിലാണെങ്കിൽ ആ പേഷ്യന്റിന്റെ രോഗനിർണയത്തിന് വേണ്ടിയും ട്രീറ്റ്മെന്റിന്റെ ടൈമിലും ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു മെഡിക്കൽ ബ്രാഞ്ചിനെ എന്ത് പറയുന്നു? ന്യൂക്ലിയർ മെഡിസിൻ എന്നും പിന്നെന്താണ് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ ഡയഗ്നോസിസിന്റെ ടൈമില് രോഗനിർണയത്തിന്റെ ടൈമില് ഒരു ചെറിയ അളവില് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻജെക്ട് ചെയ്യുകയോ ഇൻഹെയിൽ ചെയ്യുകയോ ചെയ്തിട്ടാണ് ഈ രോഗനിർണയം നടത്തുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ട്യൂമർ കണ്ടെത്താൻ, ട്യൂമർ ഡിറ്റക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻസിന്റെ ഹാർട്സിന്റെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട്, അതുമല്ലെങ്കിൽ എന്താണ് ഈ തൈറോയിഡ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ ഇത്തരം റേഡിയോ ഐസോടോപ്പുകൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അത് ഇൻജെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുകയോ ചെയ്തിട്ടാണ് ഇത്തരം പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ തൈറോയിഡിന്റെ ടൈമില് മ്യൂട്ട് ചെയ്തോളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്താണ് ഈ തൈറോയിഡിന്റെ ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ആണ് അയഡിൻ എന്ന് പറയും. അയഡിൻ 131. ഇത് ഇമ്പോർട്ടൻസ് അല്ല, ജസ്റ്റ് ഒന്ന് ലിസൺ കേട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അയഡിൻ 131 എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ആണ്, ലിക്വിഡ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ് ഈ തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ അല്ലെങ്കിൽ ആ രോഗനിർണയത്തിന്റെ ടൈമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? ഒരു പേഷ്യന്റ് പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ കേസിൽ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യന്റിന്റെ രോഗനിർണയത്തിന് വേണ്ടിയും അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റിന്റെ ടൈമിലുമാണ് ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് ഇൻഹെയിൽ ചെയ്യാം, ചിലപ്പോൾ ഇൻഹെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ മരുന്ന് ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ചെറിയ അളവിൽ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടോ ആണ് ഈ ട്രീറ്റ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനായിട്ട്, ട്യൂമർ ഡിറ്റക്ട് ചെയ്യാനായിട്ട്, ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ അല്ലെങ്കിൽ ഹാർട്ടിന് നമ്മുടെ ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഗാലിയം 67, താലിയം പോലുള്ള ഐസോടോപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ റേഡിയോ ആക്റ്റീവ് റേസുകൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ ഏതായിരുന്നു? എക്സ്റേസ് പഠിച്ചല്ലോ, റേഡിയോ എക്സ്പോഷർ ഉണ്ടാക്കുന്ന റേസുകൾ ഉണ്ട്. അതാണ് എക്സ്റേസ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ എക്സ്റേസ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് റേഡിയേഷൻ എക്സ്പോഷറിലൂടെ നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അയണൈസിങ് റേഡിയേഷൻ. ഓക്കെ, അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജിന്റെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പോ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ മാനേജിങ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് എന്ന് പറയുന്നത് എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അപ്പൊ എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് എന്ന് പറയുന്നത്? വളരെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ ആയിക്കോട്ടെ എൻവയോൺമെന്റിനെ ആയിക്കോട്ടെ ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? ഇപ്പൊ ഇത്തരം സ്പില്ലേജ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവാക്യുവേറ്റ് ദ ഏരിയ. ആ ഏരിയ എന്ത് ചെയ്യണം? എവിക്റ്റ് ചെയ്യണം. If the spill is notable, okay, then evacuate the area and call emergency service. അപ്പൊ നമ്മൾ നേരത്തെ എല്ലാ സ്പില്ലേജിലും പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇത്തരം ഒരു സ്പില്ലേജ് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? ആ ഏരിയ എവിക്റ്റ് ചെയ്യുകയും എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യുകയും വേണം. ഓക്കെ, ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? പേഴ്സണൽ ഷുഡ് യൂസ് ആപ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് സച്ച് ആസ് ഗ്ലൗസ്, goggles and respirators before going to the spill to avoid connection with the radioactive materials and prevent. Okay, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണത്? ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് പോലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ എന്താണ് മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ. എങ്ങനെയാണ് ഈ സ്പില്ലിനെ കൺട്രോളിൽ കൊണ്ടുവരേണ്ടത്?
യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ്. ഓക്കെ, അബ്സോർബൻ മെറ്റീരിയൽസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ലൈക്ക് സാൻഡ് ഓർ അബ്സോർബൻ പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. Put the material in a labeled radioactive waste bag and discard disposal. ഈ അബ്സോർബൻ പാഡ്സ് ഉണ്ടല്ലോ, ഈ അബ്സോർബൻ മെറ്റീരിയൽസിൽ ഉൾപ്പെടുന്ന ഈ അബ്സോർബൻ പാഡ്സ്. അപ്പൊ മെർക്കുറിയുടെ ലീക്കേജ് ഉണ്ടായാലും നമ്മൾ ഉപയോഗിക്കുന്ന അബ്സോർബൻ പാഡ്സ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയുള്ള അബ്സോർബൻ പാഡ്സ് ആണ്? ഈ മെർക്കുറിയെ നിർവീര്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അബ്സോർബൻ പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതേ സെയിം അബ്സോർബൻ പാഡ് ആയിരിക്കില്ല റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ആ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ബ്ലഡിന്റെ ഫ്ലൂയിഡ് ഉണ്ടാകും അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ സ്പില്ലേജിന്റെ ടൈമിൽ യൂസ് ചെയ്യുന്ന അബ്സോർബൻ പാഡ്സ് എങ്ങനെയായിരിക്കും? ആ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഓരോ ലീക്കേജിനും ഓരോ രീതിയിലുള്ള അബ്സോർബൻ പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നമ്മൾ അബ്സോർബൻ പാഡ്സ് എന്ന് മാത്രമല്ലേ പറഞ്ഞത്. അപ്പോ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അബ്സോർബൻ പാഡ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞോട്ടെ അപ്പോ. ഓക്കെ, ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ. അപ്പോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്യാം. അതിനെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഈ അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത് കൺട്രോളിൽ കൊണ്ടുവരികയും ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ ഇതിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ യൂസ് ചെയ്ത എല്ലാ അബ്സോർബൻ മെറ്റീരിയൽസിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലായിരിക്കണം. ലേബിൾഡ് ചെയ്ത റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പിൽ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ക്ലീൻ അപ്പ് ദ സ്പിൽ. ആ സ്പില്ലിനെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം? യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ അഡ്ഹിയർ ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദി പ്രോപ്പർ യൂസ് ഓഫ് അബ്സോർബൻ മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ക്ലീൻ അപ്പ്. അപ്പൊ നമുക്ക് ഈ മാനുഫാക്ചേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും യൂസ് ചെയ്തിട്ട് വേണം ഇത്തരം അബ്സോർബൻ പാഡ്സ് ആയിക്കോട്ടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ വീണ്ടും അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ദെൻ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? All materials that come into contact with the radioactive material should be discarded as radioactive waste in labeled bags or containers. Follow local, state and federal regulations for the disposal of radioactive waste. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഡിസ്പോസ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ റിപ്പോർട്ട് ദ സ്പിൽ. Spills should be intimated to the concerned staff for documentation and investigations. Okay, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫിന് നമ്മൾ ഇത്തരം സ്പില്ലേജിന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? ഇത്തരം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിന്റെ സ്പില്ലേജ് ഉണ്ടായാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. എന്തൊക്കെയാണ്? ക്ലിയർ ആണോ? ഓക്കെ, അനു എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അനു ഓർ എനിബഡി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മൻഹ. നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഈ സ്പില്ലേജ് കാരണം അപകടകരണമാണ്. അപ്പൊ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഏരിയ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എമർജൻസി സർവീസിനെ കോൾ ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ അതിന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ ധരിച്ചിരിക്കണം. അതുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് ഗ്ലൗസോ ഗോഗിൾസ് റെസ്പിറേറ്റേഴ്സ് ഒക്കെ അതിന് മുമ്പ് തന്നെ നമ്മൾ ധരിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അബ്സോർബൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അബ്സോർബൻ പാഡ്സ് ഉപയോഗിച്ച് നമുക്ക് അത് മറ്റൊരിടത്ത് സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് തന്നെ ലീക്കേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി അത് ലേബിൾഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിൽ നമ്മൾ അത് ഡിസ്കാർഡ് ചെയ്തിരിക്കണം.
പിന്നെ ക്ലീൻ അപ്പ് ദ സ്പില്ല്, അത് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഉപയോഗിച്ച് തന്നെ അത് മാനുഫാക്ചറേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്യണം. അത് മറ്റൊരിടത്ത് പിന്നെ ഫുൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ആവാതെ കൂടി നോക്കുകയും ചെയ്യണം. പിന്നെ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്, എല്ലാ മെറ്റീരിയൽസും കോണ്ടാക്റ്റിൽ റേഡിയോ ആക്റ്റീവിന്റെ മെറ്റീരിയൽ കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡിസ്കാർഡ് ചെയ്യണം. അതും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ലേബൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. പിന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളെ നമ്മൾ ഇതിന്റെ വിവരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷന് വേണ്ടിയോ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചേഴ്സ്. അപ്പൊ എന്താണ് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബാക്ടീരിയാസ്, ഈ മൈക്രോ ഓർഗാനിസത്തിനെ ബാക്ടീരിയാസ്, വൈറസ്, ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ എന്താണ് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ വളർത്തുന്നതിനെയാണ് സ്പിൽ ഇൻ ദ ലബ്. ഓക്കെ, അപ്പൊ സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ, എന്താണ് ഇപ്പൊ ബാക്ടീരിയാസ്, വൈറസ് പോലുള്ള ഫംഗസ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസത്തിനെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ വളർത്തുന്നതിനെയാണ് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ഇത്തരം മൈക്രോ ഓർഗാനിസത്തിനെ വളർത്തുന്നതിനെയാണ് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഓക്കെ, ഇതാണോ പറയേണ്ടത്? മൈക്രോബിയൽ കൾച്ചേഴ്സ് ആണോ പറയേണ്ടത്? ഓക്കെ, എന്താണ് മൈക്രോ ഓർഗാനിസത്തിനെ ബാക്ടീരിയാസ്, വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ വളർത്തുന്നതിനെയാണ് നമ്മൾ മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം വളർത്തുന്ന സാഹചര്യത്തിൽ നിന്നും ആ എൻവയോൺമെന്റിൽ നിന്നും ഈ മൈക്രോ ഓർഗാനിസം എസ്കേപ്പ് ആകാറുണ്ട്. ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എസ്കേപ്പ് ആകാറുണ്ട്. ഓക്കെ, അതിനുള്ള ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് കോവിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര ലാബിൽ നിന്നും എസ്കേപ്പ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് കോവിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ ഇത്തരം മൈക്രോ ഓർഗാനിസംസ് എസ്കേപ്പ് ആയാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അത്തരം സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? PPE വെയർ ചെയ്യണം. ഏതൊക്കെയാ PPE? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? PPE വെയർ ചെയ്യണം. പിന്നെന്താണ്? മറ്റുള്ളവരെ നോട്ടിഫൈ ചെയ്യുന്നതോടൊപ്പം ആ ഏരിയ വെക്കേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? PPEയിൽ ഏതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. ഓക്കെ, PPE വെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? എല്ലാ ആളുകളെ അറിയിക്കുകയും ആ ഏരിയ വെക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then cover the spill with absorbent materials drenched in right disinfectant. ഓക്കെ, അതെന്താ പറയുന്നത്? ഈ സ്പില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. എന്തുകൊണ്ടാ കവർ ചെയ്യേണ്ടത്? ഒരു ശരിയായ ഡിസിൻഫെക്റ്റന്റിൽ മുക്കിയ റൈറ്റ് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനിൽ മുക്കിയ ഡ്രഞ്ച് ചെയ്തിട്ടുള്ള അണുനാശിനിയിൽ മുക്കിയിട്ടാണ് നമ്മൾ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പില്ലിനെ കവർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനിൽ മുക്കിയ ഒരു അബ്സോർബൻ മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ഈ സ്പില്ലിനെ കവർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് 1% അവൈലബിൾ ക്ലോറിൻ ആൻഡ് 80% എത്തനോൾ.
ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷന്റെ കൂടെ എന്താണ് 1% ക്ലോറിനും 80% എത്തനോളും കൂടിയ സൊല്യൂഷൻ ആണ് നമ്മൾ ഇത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സൊല്യൂഷനിൽ മുക്കിയ അബ്സോർബൻ മെറ്റീരിയൽസ് കൊണ്ട് വേണം നമ്മൾ ആ സ്പില്ലിനെ കവർ ചെയ്യാനായിട്ട്. Then leave 10 to 30 minutes after pouring disinfectant solution around the spill. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്പില്ലിന് ചുറ്റും ഇത്തരം ഡിസിൻഫെക്റ്റന്റ് ഒഴിച്ചതിന് ശേഷം നമ്മൾ എത്ര മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം? 10 to 30 minutes വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, then rub the nearby area using disinfectant solution. ഈ കൊറോണ ടൈമിൽ നമുക്കറിയാം നമ്മൾ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറയായിരുന്നു അല്ലേ? എത്ര മിനിറ്റ് വരെ അല്ലെങ്കിൽ എത്ര സെക്കൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്താലാണ് ആ വൈറസ് എന്താകുള്ളൂ, നശിക്കുള്ളൂ അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ കൊറോണ ടൈമിൽ, കോവിഡ് ടൈമിൽ 20 seconds അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്താലാണ് കയ്യിലെ ഹാൻഡ് എങ്ങനെയാണ് ഹാൻഡ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആകുകയുള്ളൂ. അതേപോലെ തന്നെ ഇത്തരം ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്ത് നമ്മൾ കവർ ചെയ്ത സ്പില്ല് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ 10 to 30 minutes വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം മാത്രമേ ഇത് നശിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? Then clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഈ സൊല്യൂഷനിൽ മുക്കിയ അബ്സോർബൻ മെറ്റീരിയൽസ്, അതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് കണ്ടെയ്നറിലാണ് എല്ലാ മെറ്റീരിയൽസിനെയും ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? If the spillage is huge or includes an extremely infectious microorganism, cabinet may need to be decontaminated with formaldehyde gas. Okay, very important, note ചെയ്തോളൂ. Formaldehyde gas by qualified staff before further use. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ വിത്ത് എന്താണ് 1% ക്ലോറിൻ ആൻഡ് 80% എത്തനോൾ ഉള്ള സൊല്യൂഷനിൽ മുക്കിയ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ആ സ്പില്ല് കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ഫോമാൽഡിഹൈഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഫോമാൽഡിഹൈഡ് ഗ്യാസ്, അതിന്റെ ഫോർമുലയാണ് CH2O. If the spillage is huge, okay, ഒരു ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോമാൽഡിഹൈഡ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഫോർമുലയാണ് CH2O. The last point, raise incidence forms. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആരെയൊക്കെ ഇത് അഫക്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഫോംസ് എന്ത് ചെയ്യണം? റേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം ഒന്നുകൂടി പറയോ? പറഞ്ഞുതരാം. അപ്പൊ ഈ മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൈക്രോ ഓർഗാനിസത്തിന്, ഈ ഫംഗസ്, ബാക്ടീരിയാസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഒരു കൺട്രോൾഡ് എൻവിയോൺമെന്റിൽ വളർത്തുന്നതിനെയാണ് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഈ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ്, വൈറസ് ഒക്കെ എസ്കേപ്പ് ആകാറുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇത്തരം ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ലീക്കേജ് ഉണ്ടായാൽ ഫസ്റ്റ് നമ്മൾ PPE വെയർ ചെയ്യണം. ഓക്കെ, PPE ഏതൊക്കെയാണ്? കോട്ട്, കെമിക്കൽസ് പോലുള്ള കെമിക്കൽ ഗ്ലൗസ് പോലുള്ള PPE വെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അറിയിക്കണം, നോട്ടിഫൈ അതേഴ്സ്. പിന്നെ എന്ത് ചെയ്യണം? ആ ഏരിയ വെക്കേറ്റ് ചെയ്യണം. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണോ? യൂസ് PPE. സെക്കൻഡ് എന്താണ്? എങ്ങനെയാണ് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അണുവിമുക്തമാക്കേണ്ടത്? പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള അണുനാശിനിയിൽ മുക്കിയ അബ്സോർബന്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം ആ സ്പില്ലിനെ കവർ ചെയ്യാനായിട്ട്. ഓക്കെ, ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ? ഏതാണ്? ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷനോടൊപ്പം 1% ക്ലോറിനും 80% എത്തനോളും കൂടിയ സൊല്യൂഷൻ ആണ് ഇത്തരം സിറ്റുവേഷൻസിൽ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ദെൻ നമ്മൾ എത്ര ടൈം വരെ വെയിറ്റ് ചെയ്യണം?
10 to 30 minutes വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ സൊല്യൂഷൻ യൂസ് ചെയ്തതിനു ശേഷം 10 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ പിന്നെന്താണ്, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ഈ അബ്സോർബൻ മെറ്റീരിയൽസ്, പാഡ്സ് ആയിക്കോട്ടെ, ടിഷ്യൂസ് ആയിക്കോട്ടെ, പേപ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നമ്മൾ പ്രോപ്പർ ആയിട്ട് അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് കണ്ടെയ്നറിലോട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഹ്യൂജ് ആയിട്ടുള്ള ലീക്കേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് അതിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫോമാൽഡിഹൈഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? CH2O, അതായത് ഫോമാൽഡിഹൈഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്? റേസ് ഇൻസിഡന്റ് ഫോംസ് റേസ് ചെയ്യേണ്ടതാണ്. ഇത് ആരൊക്കെ അഫക്ട് ചെയ്തു, എന്തൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫോംസ് റേസ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഇത്തരം മൈക്രോബിയൽ കൾച്ചേഴ്സിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? PP കിറ്റ് ധരിക്കണം. അതുപോലെ തന്നെ അത് പിന്നെ വ്യക്തികളെ അറിയിക്കുകയും അവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയും ചെയ്യണം ആ ഏരിയയിൽ നിന്ന്. അതുപോലെ തന്നെ അത് അതിന്റെ കവർ സ്പില്ല് ചെയ്യണം. അത് അണുനാശിനിയിൽ മുക്കിയ അബ്സോർബൻ മെറ്റീരിയൽ കൊണ്ടായിരിക്കണം അത് പിന്നെ കവർ ചെയ്യേണ്ടത്. ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷന്റെ കൂടെ 1% ക്ലോറിനും 80% എത്തനോളും മിക്സ് ചെയ്തിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 10 മുതൽ 30 മിനിറ്റ് വരെ അത് വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ സ്പില്ലേജ് ക്ലീൻ ചെയ്യാൻ അണുനാശിനി ഉപയോഗിച്ച ഇത് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ആ മെറ്റീരിയൽ നമ്മൾ നല്ലൊരു പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നറിൽ അവിടെ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ വലിയ ഒരു സ്പില്ലേജ് ആണ് ഉണ്ടായതെങ്കിൽ ഒരു അതിന്റെ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് ആണ് ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് വന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോന്നോ അതുപോലെ തന്നെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ ഫോമാൽഡിഹൈഡ് ഗ്യാസിന്റെ ഫോർമുല എന്തായിരുന്നു? CH2O. അപ്പോൾ ഒരു ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ലീക്കേജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഫോമാൽഡിഹൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്? എന്തൊക്കെയായിരിക്കാം? അപ്പൊ ഈ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എങ്ങനെയാണ്? സോളിഡ് വേസ്റ്റ് എന്നും ലിക്വിഡ് വേസ്റ്റും. ഓക്കെ, ഏതൊക്കെയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെയാണ്? എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ വരാം. ഓക്കെ, ഈ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലിക്വിഡ് വേസ്റ്റ് ആൻഡ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റും ഉണ്ട്, ലിക്വിഡ് വേസ്റ്റും ഉണ്ട്. ക്ലിയർ ആണോ? ദെൻ നമ്മൾ ഉപയോഗിക്കാത്ത മരുന്നുകൾ, അൺയൂസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ, മെഡിസിൻസ്, എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഓക്കെ, ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, ഇതൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ്, എന്താണ് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് അത് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ്? PPE വെയർ ചെയ്യണം. പേഴ്സണൽ ഷുഡ് യൂസ് സ്യൂട്ടബിൾ PPE ലൈക്ക് ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. ഡേഞ്ചർ ആകുന്നത് എപ്പോഴാണ്? അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് അത് ഡേഞ്ചർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉടൻ തന്നെ PPE വെയർ ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് മുതലായ PPE വെയർ ചെയ്യണം. പിന്നെന്താണ്? കണ്ടെയ്ൻ ദ സ്പില്ലിനെ നമുക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിൽ കൊണ്ടുവരാം. യൂസ് അബ്സോർബൻ മെറ്റീരിയൽ സച്ച് ആസ് സ്പിൽ കിറ്റ്സ്,
To contain the spill and prevent it from spreading, put the materials in a labeled hazardous bag of container for disposal. അപ്പൊ സ്പില്ല് സ്പ്രെഡ് ചെയ്യാതെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് സ്പില്ലിനെ കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം അതിനുവേണ്ടി ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും നമ്മൾ എങ്ങനെയായിരിക്കണം, ലേബിൾഡ് ചെയ്ത ഡേഞ്ചർ എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പിൽ ക്ലിയർ ആണോ? ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. എങ്ങനെയാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്പില്ലിനെ എങ്ങനെ ക്ലീൻ ചെയ്യണം? Abide by the manufacturer's directives for the correct use of absorbent materials to clean up the spill. Be cautious not to spread the pharmaceutical during cleanup. അപ്പൊ നേരത്തെ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എല്ലാ മാനുഫാക്ചറേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം നമ്മൾ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതും ഈ സൊല്യൂഷൻ ക്ലീൻ ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതും ഏത് മാനുഫാക്ചറേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം. Then dispose of waste. All materials that come into contact with the pharmaceutical should be discarded as hazardous waste in labeled bags or containers. Follow local, state and federal regulations for the disposal of hazardous waste. അപ്പൊ എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ഈ ഇതുമായിട്ടും എല്ലാ കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം ഈ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. Then again report the spill. Spills should be intimated to the concerned personnel for documentation and investigation. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫിനെ നമ്മൾ ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഈ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിനെ നമ്മൾ സോളിഡ് വേസ്റ്റ് എന്നും ലിക്വിഡ് വേസ്റ്റ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോളിഡ് വേസ്റ്റ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ്. അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് അത് ഡേഞ്ചർ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് PPE വെയർ ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ആ സ്പില്ലിനെ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിയന്ത്രണത്തിലാക്കണം. അതിനുശേഷം അതിനുവേണ്ടി ഉപയോഗിച്ച എല്ലാ അബ്സോർബൻ മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം. പിന്നെന്താണ്? മാനുഫാക്ചറേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? എല്ലാ റൂൾസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടതും. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെ നമ്മൾ ഇത്തരം സ്പില്ലേജ് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതോടുകൂടി ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചു. ഹോസ്പിറ്റലിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വരുന്നുണ്ട്, കെമിക്കൽ സ്പില്ലേജ് ഉണ്ട്, പിന്നെ ഏതായിരുന്നു? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജും ഉൾപ്പെടുന്നുണ്ട് അതില്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡിന്റെ ലീക്കേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഏത് സൊല്യൂഷൻ ആണ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മെർക്കുറി ലീക്കേജ് ആണെങ്കിലോ 10% സോഡിയം തയോസൾഫേറ്റ്. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ഫോർമാൽഡിഹൈഡ് ആയിരുന്നു അതിന്റെ ഫോർമുല. ഗ്യാസിനെ പറ്റി ഒന്ന് പറഞ്ഞുതരുമോ? പറയാം. ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് CH2 എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഇത് നമ്മൾ ഇതിനു വേണ്ടി മാത്രമല്ല എവിടെയൊക്കെയാണ് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്? പേപ്പർ, ഫ്ലൈവുഡിന്റെ ഒക്കെ യൂസിലും ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആന്റിസെപ്റ്റിക് ആയിട്ട് ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണിത്. ഓക്കെ, CH2O. അപ്പൊ ഇത്തരം മൈക്രോ ഓർഗാനിസത്തിന്റെ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടും ഇത്തരം ഈ സെയിം ഗ്യാസ് തന്നെയാണ്, ഫോമാൽഡിഹൈഡ് ഗ്യാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മിസ് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? ആ ഗ്യാസിന്റെ സ്പെല്ലിംഗ്. FORMALDEHYDE CH2O. FORMALDEHYDE. എന്താ ഫോർമുല പറഞ്ഞാലെന്ന്? CH2O. മേഡം ഒന്നുകൂടി പറയാം സ്പെല്ലിങ്. ഓക്കെ FORMALDEHYDE. അപ്പൊ ഇതോടുകൂടി ഈ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജോടുകൂടി നമ്മുടെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഇൻ ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്പെല്ലിംഗ് കിട്ടിയില്ലേ? നോട്ട് ചെയ്തായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? എന്തിനാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? അപ്പൊ ഒരു റിസ്ക് ഉണ്ടായാൽ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡേഞ്ചറസ് സബ്സ്റ്റാൻസസിനെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം, ഏത് കെമിക്കൽ സ്പില്ലേജിനാണ് ലീക്കേജ് ഉണ്ടായിരിക്കുന്നത്, ഏത് കെമിക്കലാണ് ലീക്കേജ് ആയിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിലൊക്കെ ആർക്കാണ് സാധിക്കുന്നത്? ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രമേ ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. Proper training should be given to the health workers to identify various types of spillage waste and the related risk and danger. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ആ വർക്കേഴ്സിന്, ഹെൽത്ത് കെയർ സ്റ്റാഫിന് എന്ത് ട്രെയിനിങ് നൽകിയിരിക്കണം? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ക്ലിയർ ആണോ അത്? ഓക്കെ, ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതുമായിട്ട് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള എന്തൊക്കെ റിസ്കുകൾ വരാം, എന്തൊക്കെ ഡേഞ്ചേഴ്സ് ഉണ്ടാകാം, ഇത് ലീക്കേജ് ഉണ്ടായാൽ, ഇത്തരം കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായാൽ അത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. Proper training should be given to the health workers handling and disposal procedures for each type of spillage waste. This consists of the use of personal protective equipments, containment of the spill and proper disposal of the waste. അപ്പോൾ ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ്? എങ്ങനെ PPE വെയർ ചെയ്യണം, ഓക്കെ, PPE എങ്ങനെ പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യണം, പിന്നെ അതിന്റെ യൂസ് എന്താണ്, പിന്നെ ആ സ്പിൽ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം, സ്പ്രെഡ് ചെയ്യാതെ എങ്ങനെ തടയാം, പിന്നെ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം.
ഒരു 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തിലൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അതുമായിട്ട് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള റിസ്കുകളെ കുറിച്ച് എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ PPE എങ്ങനെ വെയർ ചെയ്യണം, ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എങ്ങനെ വെയർ ചെയ്യണം, അതെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? ഇത്തരം വേസ്റ്റ്, ഇത്തരം സ്പില്ലേജിന് അല്ലെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. റെസ്പോൺസ് പ്ലാൻ. നെക്സ്റ്റ് വൺ ആണ് റെസ്പോൺസ് പ്ലാൻ. Hospital must maintain a response plan in place for spillage incidents. Healthcare workers should be given training in the steps of the response plan. That includes who to contact, how to contain the spill, and how to clear and discard the waste. അപ്പൊ ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സുകൾ അറിഞ്ഞിരിക്കണം? ഓക്കെ, ഇത് ആദ്യം ആരുമായിട്ട് ബന്ധപ്പെടണം? ഓക്കെ, ഇങ്ങനെ ഒരു സ്പില്ലേജ് ഉണ്ടായാൽ ആരെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഈ സ്പില്ലിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം അല്ലെങ്കിൽ കൺട്രോളിൽ കൊണ്ടുവരാം? ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? എത്ര ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, പിന്നെന്താണ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളിൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. റെസ്പോൺസ് പ്ലാൻസിൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാഫ് എന്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം? ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ, ഇത്തരം ഒരു ലീക്കേജ് ഉണ്ടായാൽ ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? ആരുമായിട്ട് ആദ്യം കോണ്ടാക്ട് ചെയ്യണം? അല്ലെങ്കിൽ ഇത്തരം സ്പില്ലിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം, കൺട്രോളിൽ കൊണ്ടുവരണം? ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞില്ലേ, മെർക്കുറി യൂസ് ചെയ്യുമ്പോൾ മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ എത്ര പെർസെന്റേജ് സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യേണ്ടത്? 10%. ആ ക്വാണ്ടിറ്റി എത്ര അളവിൽ എടുക്കണമെന്നുള്ളത് ഒരു ട്രെയിൻഡ് സ്റ്റാഫിനാണ് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ട്രെയിൻഡ് സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റാഫിന് ട്രെയിനിങ് നൽകിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ മൻഹ? Then communication. Communication is necessary for successful spillage waste management. Proper training should be given to health workers to communicate effectively with each other and with other departments like environmental services to make sure that spillage waste is properly handled and discarded. അപ്പൊ അതിലെന്താ പറയുന്നത്? നമുക്കറിയാം, ഈ പബ്ലിക് ഹെൽത്തിന്റെ സേഫ്റ്റിയും എൻവിയോൺമെന്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ സ്പില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലൊരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ വിവരം പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മറ്റുള്ളവരെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം, മീഡിയാസിനോട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റീസിനോട് എന്ത് ചെയ്യണം? അതോറിറ്റിയുമായിട്ട് ഇക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയാണ്? ആ റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഏതൊക്കെ പ്രോട്ടോകോൾ ആണ് പാലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ റിസ്ക് തടയുന്നതിന് ആവശ്യമായ പ്രൊസീജിയേഴ്സ് നമുക്ക് നടപ്പിലാക്കണം, അല്ലെ? പ്രോട്ടോകോൾസ് നടപ്പിലാക്കണം. അപ്പൊ അതിനുവേണ്ടി പ്രോപ്പർ ആയിട്ട് സ്റ്റാഫുകൾക്കിടയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിലായിക്കോട്ടെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? നടന്നിട്ടുണ്ടായിരിക്കണം. Then records keeping. Okay, records എന്തൊക്കെയാണ്? Keeping enough training given to health workers in record keeping procedures for spillage waste. This consists of documentation of the spill, kind of waste, the handling and disposal procedures used, and any follow-up actions taken. ഓക്കെ, അപ്പൊ എന്തൊക്കെ റെക്കോർഡാണ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ടത്? എന്തൊക്കെ റെക്കോർഡ്സ് ആണ്? അതിനുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും ഈ സ്റ്റാഫുകൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത്?
ഏത് ടൈപ്പ് ഓഫ് സ്പില്ലാണെന്ന് വേണം അല്ലെ, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലാണെന്ന് സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പോ? ഓക്കെ, ഏത് കൈൻഡ് ഓഫ് വേസ്റ്റ് ആണെന്ന് എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം ഹാൻഡ്ലിങ്ങിന്റെ സമയത്തായിക്കോട്ടെ, അതിനെ മാനേജ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, എന്തൊക്കെ പ്രൊസീജിയേഴ്സിന് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, പിന്നെന്താണ് അതിനെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്, പിന്നെ ഓൾറെഡി എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുമുള്ള റിപ്പോർട്ട്സുകൾ, റെക്കോർഡുകൾ നമ്മൾ ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതിലും ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് നൽകേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? റെക്കോർഡ് കീപ്പിംഗിൽ എന്തൊക്കെയാണ് പറയുന്നത്? റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് നൽകിയിരിക്കണം. എന്തൊക്കെ റെക്കോർഡ് ആയിരിക്കണം ഹെൽത്ത് കെയർ സ്റ്റാഫ് കീപ്പ് ചെയ്യേണ്ടത്? ഏത് തരത്തിലുള്ള കൈൻഡ് ഓഫ് വേസ്റ്റ് ആണ്, ഏത് രീതിയിലുള്ള ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്, ഇത്തരം സ്പില്ലേജിന്റെ ടൈമിൽ ആ സ്പില്ലേജ് നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തു, ചില സ്റ്റെപ്സുകൾ നമ്മൾ പഠിച്ചു അല്ലേ, ആ സ്റ്റെപ്സുകൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഇത് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ആൻഡ് ലാസ്റ്റ് വൺ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. Spillage waste management training should be continuous and modernized to reflect changes in procedures, regulations and best practices. അപ്പൊ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആയിരിക്കും ഒരു ആഫ്റ്റർ 5 years, ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ടെക്നിക്സ് മാറി വരും അല്ലെ, ട്രെയിനിങ് മെത്തേഡ്സുകൾ മാറി വരും, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് മാറി വരാം അല്ലെ. അപ്പൊ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് നൽകേണ്ട ഒന്നാണ്, ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ വർഷവും ഉണ്ടാകുന്ന ടെക്നോളജീസിന്റെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ചിലപ്പോൾ റൂൾസുകൾ മാറി വരാം, റെഗുലേഷൻസ് മാറി വരാം. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Then effective training and education for spillage waste management will minimize the risk and hazards related with the spillage waste in hospitals and make sure the safety of healthcare workers, patients and the environment. അപ്പൊ ഇത്തരം ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ എന്താണ്, ഈ റിസ്കിന്റെ ഇന്റൻസിറ്റി മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റിസ്കിന്റെ ഇന്റൻസിറ്റി കുറക്കുന്നതിലൂടെ ആരെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ആ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ ആയിക്കോട്ടെ, പബ്ലിക്കിനെ ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ എൻവയോൺമെന്റിനെയും ഇത്തരം ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആർക്കാണ് അറിയുന്നത്? പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ലഭിച്ച ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിനാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവുണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ദെൻ എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ്. ആ രണ്ട് ടോപ്പിക്കോട് കൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
ഇത് ബ്രീഫായിട്ട് പറയാമോ? ബ്രീഫായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? Evacuate the area. Okay, evacuate the area. Then We will protect equipment. Okay. Contain the spill. Clean up the spill. Dispose waste. Report the spill. Okay, dispose waste, report the spill. അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങള്? ലേബൽ ആയിട്ടുള്ള ലേബിൾഡ് ബാഗ്സ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം അത് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ മൈക്രോബിയൽ കൾച്ചർ എന്തായിരുന്നു? മൈക്രോബിയൽ കൾച്ചേഴ്സ്, ഇത്തരം മൈക്രോബിയൽ കൾച്ചേഴ്സിന്റെ ലീക്കേജ് ഉണ്ടായാലും എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? PP ധരിക്കണം, പേഴ്സൺസിനെ അറിയിക്കുകയും ആ സ്ഥലം വെക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ സ്പില്ല് അണുനാശിനിയിൽ മുക്കി അബ്സോർബൻ മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്യണം. അതിൽ ഹൈപ്പോക്ലോറൈഡ് 1% ക്ലോറിനും 18% എത്തനോളും മിക്സ് ചെയ്തിട്ടായിരിക്കണം ആ സ്പില്ല് കവർ ചെയ്യേണ്ടത്. പിന്നെ ഒരു 10-30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം വളരെ പ്രോപ്പറായി തന്നെ ആ ഇതിനുപയോഗിച്ച മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പിന്നെ അബ്സോർബൻ മെറ്റീരിയൽസ് അതിനുപയോഗിച്ച് ഡിസ്പോസ് ചെയ്യണം. പിന്നെ ഹ്യൂജ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ലീക്കേജ് ആണെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് നമ്മളത് പിന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഫോർമാൽഡിഹൈഡ് ഗ്യാസിന്റെ ഫോർമുല എന്തായിരുന്നു? CH2O. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ദെൻ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എത്ര ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജിന് നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? രണ്ടായിട്ട്, ലിക്വിഡ് വേസ്റ്റും സോളിഡ് വേസ്റ്റും. വേസ്റ്റ് ആയിട്ടും ലിക്വിഡ് വേസ്റ്റ് ആയിട്ടും ആ രീതിയിലാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെയാണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് അത് ഡേഞ്ചർ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? എന്തൊക്കെയാണ്? Use PP kit. Okay. Contain the spill. PP kit എന്ന് പറയുന്നത് ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസ്പിറേറ്ററി. ഓക്കെ. നെക്സ്റ്റ് അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം കണ്ടെയ്ൻ ദ സ്പില്ലിന്. അതിൽ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. ശേഷം ക്ലീൻ. പിന്നെന്താണ്? ഒരു മിനിറ്റ്, കോൾ വന്നു. ക്ലീൻ അപ്പ് ദി സ്പിൽ. മാനുഫാക്ചർ ഡയറക്ടറിന്റെ ഫോളോസ് യൂസ് ചെയ്ത് മാനുഫാക്ചർ ഡയറക്ടറിന്റെ ഫോളോ ചെയ്തിട്ട് വേണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഡിസ്പോസ് ദി വേസ്റ്റ്. അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടത്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് അത് ലേബിൾ ചെയ്ത് ഡിസ്കാർഡ് ഗസാർഡ് വേസ്റ്റ് ലേബിൾഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ ഗവൺമെന്റിന്റെയും ഹോസ്പിറ്റലിന്റെയും മെഡിക്കൽ ഫാർമസിയുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം. ഇതനുസരിച്ചായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്പില്ലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരിക്കണം. ദെൻ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ ഒരു ട്രെയിൻഡ് സ്റ്റാഫിന്റെ പ്രാധാന്യം എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഏത് തരം സ്പില്ലേജ് ആണ് സംഭവിച്ചിട്ടുള്ളതെന്നും അതിന്റെ അപകടങ്ങളും റിസ്കിനെ പറ്റിയൊക്കെ ഏത് തരം കെമിക്കലിന്റെ ലീക്കേജ് ആണെന്നുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കണം. അടുത്തത് ഹാൻഡിലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അത് പ്രോപ്പറായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം, അതുപോലെ PP എങ്ങനെ ധരിക്കണം, അതിന്റെ യൂസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ സ്പ്രെഡ് എങ്ങനെ തടയണം, ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്കാർഡ് ചെയ്യണം എന്നിവയെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. അടുത്ത റെസ്പോൺസ് പ്ലാന്. ഇങ്ങനത്തെ സ്പില്ലേജ് ഉണ്ടായാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം, പിന്നെ അതിന്റെ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതിന്റെ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കണം. അടുത്ത കമ്മ്യൂണിക്കേഷൻ.
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം, അതുപോലെ തന്നെ മീഡിയാസ്, അതോറിറ്റീസ് ഇവരെയൊക്കെ അറിയിക്കണം. ഇതൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അത് ഏത് തരം സ്പില്ലേജ് ആണ് ഉണ്ടായതെന്നും എത്ര വേസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളതും, അതുപോലെ അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സും എങ്ങനെ അതിൻ്റെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം, ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്പില്ലേജ് അത് അതിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യുന്നത് കൊണ്ട് ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും പിന്നെ അതുപോലെ എൻവയോൺമെന്റിലും അത് വളരെയധികം സേഫ്റ്റി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അടുത്ത ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഈ പുതിയ ഇത് വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഇപ്പോൾ ഇന്നത്തെ മാറ്റമായിരിക്കില്ല, ഇന്ന് നടക്കുന്നതായിരിക്കില്ല അടുത്ത വർഷം നടക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് നടക്കുന്നത്. അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറി വരാം. അപ്പൊ അതിനെ അനുസരിച്ച് ഇതൊരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഓരോ ഇതിനനുസരിച്ചും പിന്നെ അതിന്റെ പിന്നെ ഇത് മാറിക്കൊണ്ടിരിക്കും. മോഡേണൈസ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് എമർജിംഗ് ട്രെൻഡ് ആൻഡ് ടെക്നോളജീസ്. ഈ 2 ടോപ്പിക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ. യെസ് മാം. Okay, ma'am. Thank you. Okay, ma'am. Thank you. Okay, bye. താങ്ക് യു മാം. താങ്ക് യു മാം.